എല്ലാവർക്കും വെൽക്കം ടു ഡിസ്കോ ട്രോൾസ് ഗൈസ്. നമുക്ക് കുറച്ച് ഡിസ്കോ ട്രോൾസ് കാണാം. നിനക്ക് സാരി ചേരില്ലെന്ന് ആരാ പറഞ്ഞേ? സാരി ഉടുത്തു കഴിയുമ്പോ നിന്നെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഇത് നിക്കോൺ ഇട്ടേക്കുന്നോണ്ട് എനിക്കിത് ആരും അപരാധിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്ത് രസമാണ്. പറഞ്ഞോണ്ടിരുന്ന എത്ര നേരം എടാ നിക്കോണെ നിന്റെ എടാ ഇവന്റെ റോൾ ഒരു മിനിറ്റ്. ഇവിടെ എന്താ ചിരി? ഈഗിൾ ബോട്ട് സപ്പോർട്ടർ വാലോറന്റ് കണ്ടില്ലേ? കാണിച്ചു കൊടുക്കാം. പ്രൈവറ്റ് ഇൻസൈഡ് ഞാൻ അയച്ചുതരാം. ഇപ്പൊ അയച്ചുതരാം, ഞാൻ ഇൻബോക്സിൽ അയച്ചുതരാം. ഇവനിനി ഇവിടെ റോള് വേണ്ടേ? ഇവന് മോഡറേറ്റർ, റിയ ഫാമിലി, ബേസ്, എഡിറ്റേഴ്സ്, ഓഫ്ലൈന്, വെയിറ്റിംഗ് ലിസ്റ്റ്. ചാറ്റിലൊക്കെ നീ ദൈവമേ ആരായിട്ട് ജനിച്ചത് ഭാഗ്യം കേട്ടാ. ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്തല്ല, സ്നേഹം ചെയ്തതാണ്. സെർവർ ബാൻ അടിയവന്, അവന് സെർവർ ബാൻ അടിയവന്. അണ്ണാ മസ്റ്റ് വാച്ച് പടമാണ്. നെയിം ബ്ലാസ്റ്റ്. സ്പോയിലർ ഫ്രീ എഡിറ്റ് ആണെന്ന്. കട്ട് ഇഷ്ടമായ പറയാം. നല്ല പടമാണോ അത്? ഇപ്പൊ ഈയിടയ്ക്ക് ഇറങ്ങിയ പടമാണോ അതോ നെറ്റ്ഫ്ലിക്സിലുണ്ട്? അണ്ണാ വന്നു തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി, ഇപ്പൊ ഇവിടെ ഇതിൽ വന്നു നെറ്റ്ഫ്ലിക്സിൽ. ഈഗിൾബ്രോ മുമ്പ് ഞാൻ അയച്ച ഡ്രോയിങ് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞത്, റിയാക്ഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് എന്റെ പുതിയ പെയിന്റിംഗ് കൂടി ഞാൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഏട്ടാ ഞാൻ 5 years ആയി ഇൻസ്റ്റ യൂസ് ആക്കുന്നത്. ആർട്ട് റീൽസ് എല്ലാം പോസ്റ്റ് ആക്കാറുണ്ട്, ബട്ട് ലൈക്ക് സപ്പോർട്ട് ഒന്നുമില്ല. അയാൾ നോട്ട് റീച്ച് എല്ലാം അടുത്ത്. ഏട്ടാ കുറച്ച് മോട്ടിവേഷൻ തരാമോ? എടാ നിനക്ക് സന്തോഷം തരുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മതിയെന്ന് നിനക്ക് വരുമാനം എല്ലാം കിട്ടുന്ന ഒരു ലെവലിൽ എത്തുന്ന ഒരു ടൈം വരും. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. വേറെ ഒരു മോട്ടിവേഷനും ഇല്ല. ഇത്രയും കഴിവ് വെച്ചിട്ടാണോടാ ഇവനൊക്കെ? നോക്കടാ ഗോവിന്ദ ഗോവിന്ദ ഹരി കൊലുവോ മനസാഭാവമുലോന. എടാ വരയ്ക്കാൻ അറിയാത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ വരയ്ക്കാൻ അറിയാത്തവരുടെ വിഷമം. അത് നിനക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. എനിക്കുണ്ടാ വിഷമം. എനിക്ക് വരയ്ക്കാൻ പിന്നളെ എന്റെ അത് തന്നെ. എനിക്ക് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്ത് വരച്ചാലും കുളമായി പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ അന്ന് പറഞ്ഞില്ലേ ഞാൻ പെൻസിലൊക്കെ മേടിച്ചാണ് പൈസ കൊടുത്ത് കൂടിയേ. അപ്പോഴാണ് മനസ്സിലായി പെൻസിലൊന്നും ഒരു കാര്യമില്ല, കഴിവ് വേണം അതിന്. എടാ കീപ് ഗോയിങ്. ഒരു സർക്കിൾ തലയും ഒരു കോലും വരും ബോഡി. എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ പാട്ട്? എടാ അളിയ ഇതെന്റെ ആദ്യത്തെ പാട്ടാണ്. എടാ ഇത് ഇപ്പൊ എല്ലാവർക്കും കാണുമ്പോ ചിരി വരിക വിഷയമുണ്ടല്ലോ. ആ സമയത്ത് മാഷപ്പ് ട്രെൻഡായി നിന്നില്ലേ? മാഷപ്പ് ട്രെൻഡായി നിന്ന സമയത്ത് ഞാൻ ചെയ്ത പാട്ടായത്. ഇത് അന്ന് നല്ല വാച്ചിങ് ഉണ്ടല്ലോ ഈ വീഡിയോക്ക്. ഈ വീഡിയോക്ക് 1 million എന്തുകൊണ്ട് 1 million ആണോ 400K ആണോ? അല്ല 1 million ഉണ്ടോ? 400K ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് 4 ലക്ഷം വ്യൂസ് അടിച്ച പാട്ടാണ് ഇത് അന്ന് എനിക്ക്. ഇതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ട്. അഭിനയിക്കാൻ മാത്രം എന്നോട് 16 ഗൈസ് ഇത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ ചാനലിന്റെ പേര് ഇപ്പൊ അനുശ്രീ പ്രൊഡക്ഷൻസ് എന്നും എന്തോ ആണെന്ന് തോന്നുന്നു.
ഈഗിളായി ജനിച്ചാ മതിയായിരുന്നു. അയ്യോ എന്റെ ഈ ചെവിക്കകത്ത് പോവാണ് ഈ ബഡ്. ശരിയാ. അത് അണ്ണാ അത് നമ്മള് നല്ല ആർട്ടിഫിഷ്യൽ ആണ് ബ്രോ. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ ബ്രോ. എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് അണ്ണാ, ഇതേപോലെ ഇതിനെ പാട്ട് നോക്കി കാണണമെന്ന് എന്ത് ഉണ്ടോ? കോപ്രായം വേണേലും എനിക്ക് കാണിക്കാം. എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് ഒരാൾ ഫ്രണ്ടിൽ ക്യാമറ എന്നിട്ട് എന്തെങ്കിലും അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അതിന് പറ്റുകയില്ല എന്നെ കൊണ്ട്. എനിക്ക് പുതിയ പാട്ട് ലൈവ് അല്ലേ തുണി ഊരി ഡാൻസ് കളിച്ചേ. Me searching for my homie, but bro took Mecca and wait too serious. എന്തൊക്കെ ഐറ്റം അല്ലേ. അയ്യോ ഈ മാർക്ക് പാണ്ടി അടി 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 അടിച്ചോട് അടിച്ചുകൂടെ അവൻ അണ്ണാക്കി അടിച്ചോട് അവന്റെ അണ്ണാക്കില്. അയ്യോ എടാ നിങ്ങളുടെ പുറയില് ചുമ്മാ അമ്മനിപ്പോ ഇതാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണ്ട. അമ്മര് ദൂരി നാടകം പറഞ്ഞാടാ ഗായകൻ. അഭിനയിച്ച അയ്യോ അമ്മ മറ്റേ സാധനല്ലേ അത് സെയിം നോക്കൂടെ. ഈ മാർക്ക് പാണ്ടി അടി 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 അയ്യോ നിങ്ങളുടെ പുറയില് അമ്മനിപ്പോ ഇതാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണ്ട. അമ്മര് ദൂരി ഇതിലും നല്ലൊരു സിനിമാറ്റിക് ഇൻട്രോ നീലന് കിട്ടാനില്ല കൈ. സത്യം പറഞ്ഞ ഷൗടെക്സിന്റെ ഈ വീഡിയോയുടെ അത്രയും കിടിലൊരു സിനിമാറ്റിക് ഇൻട്രോ കിട്ടാനില്ല. ഇനി ആരെന്ത് ചെയ്താലും എന്റെ അമ്മ ഇത് എന്ത് സാധനമായിരുന്നു അറിയാം. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്ത് രസമായിരുന്നു കാണാനത്. ആ വീഡിയോയില് നീലന് എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താന്നോ, ആ കാറിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അളിയ കേരളത്തിൽ എവിടെ ആയിരുന്നാലും വന്ന് തൂറി കവർ കെട്ടി എറിഞ്ഞേനെ. ഇത് യു കെയിലായിപ്പോയി ഞാൻ. മനസ്സിലായ നടന്നാലും അതെന്തിനത് അവൻ ഇൻട്രോവേർട്ടായിട്ട് നടന്നാലും ഇതെന്താ ഇത് പ്ലേ ആവത്ത എന്താ അവൻ ഇൻട്രോവേർട്ടായിട്ട് നടന്നാലും അടിസമയത്ത് അവൻ ഇച്ചിരി പ്രശ്നക്കാരൻ. അവൻ സിറ്റിയിലെ അവൻ പ്രശ്നക്കാരനാണ്. അതെ ആണ് ചെറുതല്ല, വലിയ പ്രശ്നക്കാരനാണ്. അതുകൊണ്ടല്ലേ അവൻ ടിവിയിൽ ഇരിക്കുന്നേ അല്ലേടാ പോയെ. ലോലന്റെ പേരാണാ ചുവന്നെങ്കിലും അമ്പിക്കിട്ടടാ കുറങ്ങല്ലേ അമ്പിക്കിട്ട എണീക്ക്. എനിക്കിഷ്ടമുണ്ട് ബ്രോ, എനിക്കിഷ്ടമുണ്ട്. എന്നെ തന്നെ കണ്ട എല്ലാവരും അടിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ഈ മീറ്റിംഗ് ആലോചിക്കുമ്പോ ചിരി വരും. കത്തിക്ക് പൂളും മേടിച്ച് പോയതാന്ന് നമ്മുടെ ഡൗട്ട്ഫാള് കാണാൻ. എന്റെ അമ്മോ കൊമ്പാച്ച പണ്ടത്തെ ടീം പുറത്തെങ്കിലും എന്റെ പുതിയ ടീം ഒട്ടും കൊണ്ടുവരേട്ടാ. 1 മിനിറ്റ് പോലും പിടിച്ചിരിക്കണ്ട. പണ്ടത്തെ ടീം കൊണ്ടുപോയേ. വെടിവീരനാണ് ഹെലിവീരനാണ്. ഈ മറ്റേ എന്തായിരുന്നു പ്രീവാറിന് ഇറക്കണ വാറിലിറക്കണ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ പറയണ അവന്മാരുടെ ഗ്യാങ്ങിൽ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ വരെ ടി വിയിൽ ഫ്ലോട്ട് വെച്ചിട്ട് കിട്ടി ലോലം കയറി. ഇവിടെ ഈ വാറില് ഈ ഇടാത്തത് മോശം പ്ലെയർ ആയതുകൊണ്ടോ അല്ലെ അങ്ങനത്തെ ഒരു സാധനം അല്ല ഗൈസ്. നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പം നമ്മളൊരു പ്ലെയറിനെ പറ്റി താത്ത് പറയണത് വേറൊരാളെ പറ്റി പൊക്കി പറയണത് പോലെ ആയിപ്പോവും. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് അത് നമ്മുടെ ഒരു ഇത് രീതിയിൽ അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രീ വാറിലിടുന്നവൻ ഇതുള്ളൂ, വാറിലിടുന്നവൻ അങ്ങനെയല്ല. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ടാണ് അവർ ടി വിയിൽ നിൽക്കുന്നത്. അത് ഞാൻ എന്നും പറയണ കാര്യമാണ്. അല്ലാതെ ഓരോരുത്തർക്കും ഇവിടെ വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല.
ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ ആദ്യത്തെ PC ആയതെന്റെ. നിങ്ങൾ ഇപ്പൊ ഉള്ളതിൽ എല്ലാ ഓഡിയൻസും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ശരത്തേടൻ ആദ്യമായിട്ട് മേടിച്ചു തരുന്ന PC ഇതാണ്. ശരത്തേടനെ ഞാൻ ലാസ്റ്റ് ഉണ്ടല്ലോ ഗൈസ് നിയോ ടോക്കിയോടെ PC മേടിക്കാൻ പോയപ്പോൾ ശരത്തേടൻ എന്നെ വിളിച്ചിട്ട് പറയാണ് എൻ്റെ ആദ്യത്തെ PC നല്ല രാശിയായിരുന്നല്ലേ ഇത്, നിനക്കിപ്പോൾ എത്ര PC കിട്ടിയത്? സത്യമാണത്. എൻ്റെ ഫസ്റ്റ് PC ഇതെൻ്റെ ഹോസ്റ്റൽ റൂമാണ്. എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ, എൻ്റെ റൂമിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ സെറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് തുടങ്ങി. ഇതായിരുന്നു എൻ്റെ iPad. ഞാൻ ഇതിലായിരുന്നു ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്നത്, ഈ iPad-ൽ. അങ്ങനെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശരത്തേട മേടിച്ച് തരുന്നത് ഈ ടേബിളിൽ ഇരിക്കുന്ന എൽഗാട്ടോയാണ്. ഈ എൽഗാട്ടോ കുത്താൻ ലാപ്പ് വർക്കാവാതായപ്പോഴാണ് ഇത് മേടിച്ച് തരുന്നത്. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ജേണി. എൻ്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ളത് അടുത്ത് പറഞ്ഞു. വെക്കേഷൻ വന്നു, ഞാൻ മമ്മി എടുത്തിട്ട് മമ്മി ചോറ് വിളമ്പാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. മോനെ റേഷനറി കിട്ടില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി എന്തോ എനിക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ഉണ്ടാക്കി തന്നു. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മി എന്നെ വിളിച്ചിട്ട് കോച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, 1 മാസം സ്ട്രീം ഇട്ടാ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും അവനെ ഫോളോ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നല്ല വീഡിയോ എടാ. താങ്ക് യുടാ നാക്സ് എഡിറ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. അയ്യോ ഇതാരെ ഫ്രീസ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോട്ടിവേറ്റഡ് ആയിരുന്നു. അയ്യോ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? ഒരുത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തൂറി എറിഞ്ഞത് വരെ കണ്ടന്റ് ആയി. എങ്ങനെ ഭയങ്കര ശോകം. ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? ആ മാസത്തുണ്ടല്ലോ ഊരി വലിച്ചിന്റെ വായിക്കാത്ത ഇത് തങ്കനാണ്. തങ്കൻ എടാ എന്തൊക്കെ പറഞ്ഞാലും അവൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി അവൻ അവൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറയട്ടെ കൈ, സത്യമായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ കൂടെ കളിക്കുന്ന പയ്യന്മാരുടെ ഒക്കെ അച്ഛനൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ വാസുവേ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കണേ. ഇപ്പം കണ്ണാപ്പിയുടെ അച്ഛൻ എന്നെ എങ്ങനെ വിളിക്കണേ, എടാ വാസു നീ എവിടെ, അവനെ നോക്കിക്കോണേ. മീൻസ് ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ കൂടെ വിടുമ്പോൾ ഉള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ബിൽഡായത്. അത് മാത്രമല്ല, ഇവന്റെ സ്വഭാവ രീതി മാറിയതും ഇവന് പേരൻസിനോടുള്ള കൺസേൺ മാറിയതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്നെ പലവട്ടം അവൻ്റെ അച്ഛൻ വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം, സീരിയസ് ആയിട്ട് പറയാം, പലവട്ടം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അവൻ അത് സ്വന്തമായിട്ട് അവൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഗൈസ് കണ്ണാപ്പിയുടെ റൂം ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന്. അവൻ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ പറയുമല്ലായിരുന്നോ. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവൻ ഇത്രയും നല്ല രീതിയിലൊക്കെ ചെയ്തു വെക്കുമെന്ന്. അവൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറയാം ഗൈസ്, നല്ല കിഡിലും ഗെയിമിംഗ് റൂം അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ നിങ്ങളത് കാണണം. അത് ഉടനെ എന്തായാലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് അവനായിട്ട് നേടിയെടുത്തൊരു കാര്യമാണ്. ഹാപ്പി ഫോർ യുടാ. നമ്മുടെ കൂട്ടത്തിലെല്ലാവരും ഏകദേശം ഇപ്പോൾ എല്ലാവരും സെറ്റായൊക്കെ വരുവാണ്. സന്തോഷമുണ്ട് അതിൽ. നിങ്ങൾക്കും വലിയൊരു പാർട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. നിക്കോൺ ഇൻസ്റ്റാ പോസ്റ്റാ അവനത് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയില്. സൂപ്പർ നൈസ് ഗുഡ് വൺ. കുറെ DM വരുമായിരിക്കും. ഇത് ഈഗോ വാറാണ്. നീ പാമ്പിനെയാ നീ. ഒരു ഫോട്ടോ എടാ നീ ഇല്ലേ, എടാ അത് വേണ്ട നീ ഇല്ലേ, നീ VC കാലുകുത്തില്ല, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും നേരിട്ട് കാണുന്നതിന്റെ അന്ന്. മറ്റേ കൊട്ടാരക്കരയില് എന്താ നീ തുടങ്ങിയാ നീ? അല്ലല്ല, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡില് മാമൻ കൊണ്ടുപോയില്ലേ.
കൊട്ടാകര സ്റ്റോപ്പ്. ആ അതെ സോറി കേട്ടതിന് മിസ്റ്റേക്ക്. ലേ ദൈവം, ഒരു കൊട്ടത്തേങ്ങ എറിഞ്ഞ് ആ ചെറിയ കല്ലിൽ കൊള്ളിക്കാൻ പറ്റാത്ത നിനക്ക് ഞാൻ കല്ല് ഞാൻ ഇത്തിരി നീങ്ങി കൊടുക്കണമായിരിക്കും. എടുത്തോടെ 5 വട്ടം ഒഴുകി. അതാ അവള് ഇത് ഇருக்கு. എടാ പുള്ളിയുടെ ഒരു സമയദോഷം ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. സത്യമായിട്ടും എടാ ആ സമയദോഷം മാറാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ പോലും പുള്ളിയെ കൊണ്ട് പറ്റണില്ല. ഇത് പ്യൂർ കഴിവില്ലായ്മ. ഇതെങ്ങനെ ഒളിക്കായിരിക്കുന്നേ? ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ ജോക്കി, വണ്ടർലയിലില്ലേ, വണ്ടർലയിൽ 100 രൂപ കൊടുത്താൽ പാവ എറിഞ്ഞിടാൻ വേണ്ടി അമ്മമാരൊരു സ്പോഞ്ച് വെച്ചൊരു ബോൾ തരും. അത് നമ്മുടെ തൊട്ട് മുന്നിലായിരിക്കും ഇരിക്കുന്നത് കേട്ടാ. ഈ സാധനം മേടിച്ചിട്ട് ജോക്കിയെ കൊണ്ട് ഒരു ദിവസം ഞാൻ എറിയിക്കും. നമ്മളുണ്ടല്ലോ 3 ഗ്ലാസ് വെക്കും അമ്മമാര്, ആ 2 ഗ്ലാസിന്റെ കഷത്തിന്റെ അടി കൂടെ പോകും അത്. പിന്നെ ലാസ്റ്റ് ജോക്കി എന്നിട്ട് മെന്നീഗോ എന്നൊക്കെ പറഞ്ഞ് ജോക്കി കേട്ടിട്ടില്ലേ, ആ പാവയ്ക്ക് ആകെ 250 രൂപയേ ഉള്ളൂ. 3500 രൂപയ്ക്ക് എറിഞ്ഞ് വിനീത പാവം കഷത്ത് വെച്ച് വണ്ടർലയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം. ജോക്കി ഒരു ഏറിയാ 200 രൂപ എന്തുവാണ്, അത് ഇരുന്ന് അവിടെ ഇരുന്ന് എറിഞ്ഞ് 150 രൂപയുടെ പാവം 3000 രൂപയ്ക്ക് മേടിച്ച് കഷത്തൊക്കെ വെച്ച് BGM ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിരൺ ചേട്ടനും വിനീതൂടെ. ഇത് ചില സമയത്ത് ഇങ്ങനെ ജോക്കി ഇത് കൊള്ളൂല, ചില സമയത്ത് പുള്ളിയുടെ കഷ്ടകാലം കൂടെ അത്. പൈസ കൊടുത്താരല്ലേ നീയാ? അല്ല കിരൺ ചേട്ടൻ കല്ലടിപ്പാ. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവിടെ ഒരാൾ നിന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നാ, ഇതുകൂടെ കൊണ്ടില്ലായിരുന്നെ പുള്ളി അടിച്ചേനെ ഇങ്ങനെ കയറി. തുടങ്ങി. അയ്യോ, ജസ്റ്റ് കേരളം തിങ്സ്. These things you can only see at Kerala. Mallu and civic sense, just Kerala things. 2 party people were fighting, suddenly ambulance came. Rest is history. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? എന്റെ അമ്മോ, ഈ ചുമ മാറ എന്തൊരു ചെയ്യണോ അളിയ, ഒരു വൃത്തികെട്ട പണി. Why you are sad? ഇത് കാണണ എന്റെ ദൈവം നല്ല വിഷമം. അത് നോക്കടാ, സങ്കടം വരുന്നതാ. അയ്യോ ശോകല്ലേ. കാണാത്ത നന്നായി. ലൈവ് കണ്ടിരുന്ന നമുക്ക് കുറച്ചുകൂടെ അത് എഫക്റ്റ് ആയാലും കളിയാ സത്യമായിട്ടും. ലൈവ് കാണുമ്പോ ഭയങ്കര വിഷമം വരും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈവ് കാണുമ്പോ. അയ്യോ എല്ലാരും പറഞ്ഞോണ്ട്. ഡോക്ടർ ഫെർണാണ്ടസ് ഡോറസ് ഒരു 320 ഹലോ എടാ എന്റെ അമ്മ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണ്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു 360 രൂപയാണെന്ന് പറഞ്ഞു. എന്റെ ഉണ്ടാവും മേടിച്ചിട്ട കാര്യമുള്ളൂ. ഹലോ, ഞാൻ ശരത്തിന്റെ അച്ഛനാണേ. ശരത്തിനോട് ഞാൻ വിളിച്ച കാര്യം പറയണ്ട. ഞങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് ക്രിട്ടിക്കലാണേ. സർജറി ചെയ്യാൻ ഒരു 360 രൂപ വേണം. ഉണ്ടാവോ? എന്റെ ഇല്ല. ഇതുവരെ നടക്കോ? ഞാൻ ഡോക്ടർ ഫെർണാണ്ടോ ടോറസ് ആണേ. എന്നിട്ട് ശരത്തിന്റെ അമ്മയ്ക്ക് ഒരു സർജറി വേണം. ഡോക്ടർ സിസേറിയൻ വേണം. ഞാൻ ടൂൾ എടുക്കട്ടെ? നോ പേയ്മെന്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 360 എടുക്കാണ്ടോ? സർജറി തുടങ്ങാൻ വേണ്ടിയായിരുന്നു. ഞാൻ ബില്ല് എടുക്കട്ടെ? ഹലോ, ഞാൻ മറ്റേ ജോജി തമ്പിയാണേ. മറ്റേ ഇത് മറ്റേ സാധനം പോലില്ലേ, ഓയാ കഴക്കൂട്ടം. എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കൂടെ ഒരു ചെറിയൊരു PSC ടെസ്റ്റിന് വരെ ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം ഒരു ആസാനില്ലേ, അതുപോലെ തന്നെ ശരത്തിന്റെ അമ്മയ്ക്ക് എന്തോ തന്തയില്ലാത്ത ഷർട്ടേ ഒന്ന് വെച്ചിട്ട് പോടാ.
ചിലപ്പോ മലയാളത്തിൽ സംസാരിച്ചു പിടിച്ചു വേറെ സാധനമുണ്ട്. ഹലോ, ഞാൻ സെങ്കൽപേട്ടയെന്ന് മുത്തുസ്വാമി പേசுறேன். அந்த சரத்துக்கு அம்மா உடம்பு சரியில்லை. പാണ്ടി കരിമ്പാറ ശരത്തെ നീ ചോറിലേക്ക് ബുദ്ധി നീ മണ്ടണ പൊട്ടാണ് നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചേ? സൗണ്ട് മാത്രം നമ്പർ കൂടി മാറ്റി വിളിക്കണം പൊട്ടാ. എനിക്ക് ഒരാളെ പറ്റിക്കാനുള്ള ബുദ്ധിയിലുള്ള സ്ഥലത്ത് നീ അത് മനസ്സിലാക്കി. വേറെ ഐഡിയ ഉണ്ട് എന്റെ അവൻ എന്റെ ബുദ്ധി എന്താ ഞാൻ കാണിച്ചു കൊടുക്കാം. ഹലോ, ഞാൻ തെലുങ്ക് ചീഫ് മിനിസ്റ്റർ ശിവറായിഡു സരത്തു അമ്മൂമ്മടെ കൂടെ സേമണ്ടി ഒരു 360 രൂപ ഏമണ്ടി ഗൂഗിൾ പേ ഇറക്കുമാ. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാണ്. ശരത്തിന്റെ അമ്മൂമ്മക്ക് എന്തോ വയ്യെന്ന് പറഞ്ഞു ഒരു 360 രൂപ എടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാ. സത്യം പറഞ്ഞ ഞാൻ ഇന്നത്തെ കളിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുള്ളിയുടെ പ്രൈം അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല. ഏറ്റവും ഇന്നത്തെ 3ാമത്തെ ഗോള് എന്റെ അമ്മോ, അത് ഒരു രക്ഷയില്ല. മലയാളം കമന്ററിയിലൂടെ കേട്ടപ്പോഴേ എന്താ എവിടെ പോണ നോക്കണോ? എത്ര പേരുടെ ഇത് 50 പേര് പുള്ളിയെ തല്ലാനും ഓടിക്കണ പോലെ ഉണ്ട് നോക്ക്. സത്യം പറഞ്ഞ ഞാൻ ഒരു രക്ഷയില്ല. മലയാളം കമന്ററിയിലൂടെ കേട്ടപ്പോഴേ അത് എന്ത് ലാസ്റ്റ് ഞാൻ കണ്ടാകും. ഇത് എന്താണ് എടാ, ഇത് സ്പീഡ് കൂട്ടിയ വീഡിയോ ആണോ ഇത്? എടാ ഇവിടുന്നേ നിക്ക് ഈ രണ്ടുപേരെ ഓടി തോപ്പിക്കുന്ന ഡിസ്റ്റൻസ് നോക്കിക്കോണേ. കണ്ടാ എവിടെ എത്തിയെന്നോ. ബോളിന്റെ കൂടെ ഓടേണ്. സമ്മതിക്കണോടെ. ഇപ്പൊ ഇതാ ട്രെൻഡല്ലേ. എന്റെ വിക്കിയണ്ട നിങ്ങളെ കൊണ്ട്. നീലമിഴി കണ്ണഴക് കണ്ണെഴുതൊരു ചാന്തഴക് ഈ പാട്ടിനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, പക്ഷെ ഇതാണല്ലോ ട്രെൻഡ് ഈ പാട്ടിന്റെ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. താങ്ക് യു. പുള്ളിയുടെ കൊറേ ആക്ഷൻ ഉണ്ട് ചിരിയൊരു കേട്ട കാണുമ്പോ. അവിടെ ട്രെൻഡിങ് സോങ് രാഘവ ബീജിയം കുറെ ചെയ്തതാണ്. ഷമീം ബ്രോ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ദേവൂട്ടന് യമഹയുടെ ഒരു പിയാനോ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു. ഞാൻ അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യും വായിക്കാൻ തുമ്പി വളിയ അത് കഴിഞ്ഞ വേറെ തെറി പറയുന്ന പോലെ എന്തൊരു സാധനമായി. അവിടെ വരെ പഠിക്കാൻ ഞാൻ ഒരു 10-20 മിനിറ്റ് എടുത്ത് ഈ ഹോ വരെ പഠിക്കാൻ. അത് കൊണ്ടുപോകാൻ അഡ്വാൻസ് ഒക്കെ അതല്ല എന്നിട്ട് രാ വന്നിട്ടേ ഇതൊക്കെ ഇത് എന്റെ കിട്ടണേ ഞാൻ അടിച്ചു കലക്കി തരുമല്ലോ എന്ന് പറഞ്ഞ രായ മടിയിലെടുത്ത് വെച്ചിട്ടേ മറ്റേ ഓമനപ്പുഴ കടപ്പുറത്ത് വായിച്ചിട്ട് അതിന്റെ കൂടെ തും ഹി ഹോ ഇങ്ങനെ പാടുന്നത്. രായന്റെ മനസ്സിലായി സിംഗാ വെളിയിൽ നിന്ന് കേൾക്കുന്ന എനിക്കെല്ലാം അറിയുന്നു. കൊള്ളാം നൈസ്. Hey my friend, if Portugal loses tonight, please don't contact me.
I need some time to recover. My mental health depend upon this match for upcoming days. ഇന്നത്തെ മാച്ച് അല്ലേ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ? ഒരുപാട് പേരുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാൻ പോണ ഒരു മാച്ച് ആയിരിക്കും. ഇല്ല, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നന്നായിരിക്കട്ടെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഒന്നും സംഭവിക്കില്ല, അണ്ണടിക്കാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇച്ചിരിയുള്ള കൊച്ചിന് യമഹയുടെ കീബോർഡെന്നോ ബ്രോ? ഹാംലീസിലെ ചെറിയ പിള്ളേർക്കുള്ള യമഹയുടെ കീബോർഡ് ഉണ്ട്. ഹാംലീസില് ചെറുത് അല്ലാതെ വലിയ കീബോർഡ്, വലിയ യമഹയുടെ കൂടിയ കീബോർഡ് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനൊക്കെ പറഞ്ഞാലാണ് ഇവന്മാർ കറക്റ്റ് സമയമാകുമ്പോ വിളിച്ച് അവരാധിക്കും. സത്യം. മിണ്ടാതിരിക്കുക. നമ്മുടെ വീക്ക്നെസ് വേറൊരുത്തൻ അറിഞ്ഞാൽ അത് അവൻ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ പറയാം, ഓർത്തു വെച്ചോ. എന്റെ ആഗ്രഹം ഇന്ന് പോർച്ചുഗൽ ജയിക്കണമെന്നാണ് ഗൈസ്. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. ഇന്ന് പോർച്ചുഗൽ ജയിക്കണം. നമ്മുടെ കൂട്ടിന് ആള് വേണം. ഇന്ന് പോർച്ചുഗൽ ജയിക്കണം. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. എല്ലാവരും ഗൈസ് ബി പോസിറ്റീവ് ഗൈസ്. അത്രേ ഉള്ളൂ. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. 1 year of hard work and finally I made it. നൈസറാ. നിത്യ കല്യാണി ഇത് മെയ്ബോളാണോ? മുന്നത്തെ വീട് മെയ്ബോളാണോ? അത് അവനാണോ? അത് കൊള്ളാടാ, കൊള്ളാം. അത്രേ ഉള്ളു. ഇതും അവന്റെ വീഡിയോ, ഇതും അവന്റെയാ. ഇത് അവന്റെ സെറ്റപ്പ് ആണല്ലേ? ഇവിടെ അത്ര ഉള്ളടാ മോനെ. ഇവിടുന്ന് തുടങ്ങണം. ഇത് മാക്സ് അച്ചീവ്മെന്റ് ആയിട്ട് വെക്കരുത് നീ. ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങി ഇത് നിന്റെ ഇപ്പൊ നീട്ട് ആഫ്റ്റർ വീഡിയോ ഒരു 5 വർഷം കഴിയുമ്പോ നിന്റെ ബിഫോർ വീഡിയോ ആയിരിക്കണം. അതാണ് അടുത്ത ടാർഗറ്റ്. ഇത് കാണണ പ്രത്യേകിച്ച് ആരുടെ യോഗ? കുഞ്ഞിക്കണ റാണക്ക് ഈ റാഗണക്ക് നിൽക്കുന്ന ആരാ? ഇതാരാ ശരിക്കും റാഗണക്ക് നിൽക്കണേ? നീല ഞാനിപ്പോ എന്താ കണ്ടേ? അത് തന്നെ എന്തൊക്കെയല്ലേ വളരെ മോശം. അണ്ണാ വാടച്ചോക്കണ്ണ. നാളെ തൊട്ട് യോഗ ക്ലാസ് ഉണ്ടാവേ ടിവിയിൽ എല്ലാവർക്കും. ഞാൻ യോഗയ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആരോഗ്യമൊക്കെ നോക്കണം. യോഗയിലൊക്കെ ജോയിൻ ചെയ്യണം നാളെ. ജോക്കി ചന്ദ്രൻ കൊണ്ടാണ് പാർട്ണർ. ജോക്കികളും അറിയില്ല. അതും കൂടി ആരെങ്കിലും കൊണ്ടിടാത്ത ഇൻസ്റ്റ നോക്കണം. 3KD പ്ലെയർ. 3KD ചന്ദ്രനൊക്കെ കരണ തടി കിട്ടിയത് പോലെ ഇരിക്കണം. പൈസ സിംഗിളായിട്ടേ ഇപ്പൊ. മോള് പോയടേ. 3KD അല്ല, അവന് കടിയാണെന്ന് സത്യം. ആറൊക്കെ മറച്ചു വിടറ. കേടിയല്ല, കഴിവ്.
സാവേജോ ഞാൻ വിചാരിച്ചു വെക്കുന്നു ഇൻട്രോവേർട്ട് ജിഗുറല്ലേ ഇത്? ഞാൻ എന്ത് പറയണോ ഇത്? അവതാരപ്പിറവികളുടെ മുഴുവൻ ഈഫ് നരസിംഹം വാസിൻ എന്താ എഴുതി? വാസാൻ ആനിമേ. ഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ് സിംഹം വരുന്നു, ലാലട്ടം വരുന്നു, സിംഹം വരുന്നു, ലാലട്ടം വരുന്നു. ഐഡിയ കൊള്ളാം. അത് എന്തോരം ചെയ്യാൻ വേറെ വീഡിയോസ് ഈ ഐഡിയ വെച്ച്. ഏതെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഇമ്മാതിരി ഒരു സർവറിനെ പറ്റിയ ഒരു സംഭവം വന്നു കഴിഞ്ഞു. ഏതെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഇമ്മാതിരി ഒരു സർവറിനെ പറ്റിയ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഇപ്പൊ പറയാം, 667 ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങില് ഇപ്പൊ ലിസ്റ്റ് ഇട്ട എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാത്തിനും പെർമനന്റ് ഉണ്ട്. പച്ചക്ക് പറയാം, പച്ചക്ക്. ഇതിന്റെ ലാസ്റ്റ് ഫസ്റ്റ് മാണിയാണ് എഴുതിയെടുക്കും. മാസം തന്നെ എന്താ നിനക്കെന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇതാ കാണാൻ വഴി ഇറങ്ങി പോടാ കൊണ്ടോ. ബ്രോ, ഞാൻ ഇവിടെ ഒരു സെർവർ നടത്താനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുന്നു. മാർക്ക് മൈ വേർഡ്സ്. ഫ്രണ്ടിൽ ഒരു ഗ്യാങ്ങിനെ നോക്കാൻ പാടാ, പിന്നല്ലേ ഒരു സെർവർ. നീയൊക്കെ സ്വന്തമായിട്ടൊരു സെർവർ തുടങ്ങിയിട്ട് ആ സെർവർ സ്വന്തമായിട്ട് നോക്കി ഗ്യാങ് കൂടെ നോക്കി കഴിഞ്ഞാൽ ജീവിതം വെറുക്കും. മാക്സിമം കൂടിപ്പോയ ഒരു 6 മാസം. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകണില്ല. ഇവിടെ സിറ്റിയിൽ വന്നിട്ട് പോലും കളിക്കാൻ ഇത്രയും നല്ലൊരു ഗ്യാങ് ഉണ്ടായിട്ട് പോലും അവൻ ഇതുവരെ വന്ന് ഒരു RP സ്ട്രീം ചെയ്യാനും പോലും പറ്റാതെ, വീട്ടുകാരുടെ കൂടെ ടൈം പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാം. ഇതിനകത്ത് പ്രോഫിറ്റ് ഇല്ല, ഇത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമെന്നൊന്നും ഞാൻ പറയുമല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ 3-1 എഫേർട്ട് വേണ്ട അവന് സ്ട്രീം ചെയ്താൽ ആ പർട്ടിക്കുലർ റവന്യൂ ഉണ്ടാക്കാൻ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അഡ്മിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. ഇത് കുറച്ച് ഈസി ടാസ്ക് അല്ല. അത് മനസ്സിലാക്കാൻ ഉള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെർവർ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുടെയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ വിചാരം അങ്ങേരാണ് ആ ബാഗിന്റെ ഉടമയെന്ന്. അങ്ങേരത്ത് സംസാരിച്ച് അങ്ങേര് വെയിറ്റ് എല്ലാം സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് എടാ എനിക്ക് 29 വയസ്സായി, ഹാർട്ട് അറ്റാക്ക് വരും. സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് ഇവനെ ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ മാച്ച് ഉള്ള ദിവസം ഇവന്മാര് ഓഫ്ലൈനിൽ അതേപോലെയാണ് അവരടിക്കുന്നത്. അതുകൊണ്ട് അവർ ഇത്ര എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത്. ഞാൻ സത്യം തുറന്നു പറയാം. ഗ്രൂപ്പിലിട്ട് ആ ചെറുക്കനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരിത്ര അഗ്രഷൻ കാണിക്കുന്നത്. എന്തൊക്കെ കാണുന്നു. പീക്ക് ഗെയിം പീക്ക് ഇട്ടു. Over 50 countries take part and 65 millions are killed. This is the deadliest conflict in the history. Hitler's war machine has launched its Call of Duty അല്ലേടാ ഇത്? Call of Duty Activision കണ്ടപ്പോൾ മനസ്സിലായി.
പുതിയ തോന്നുന്നു. അല്ലല്ല ഇത് മോഡേൺ വാർഫെയറിന്റെ അല്ലേ ഇത്? അല്ല മോഡേൺ ഫെയർ അല്ല, സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടാ. ചെറിയ കഥയാണ് പക്ഷെ വിശ്വാസമാണ്. സ്റ്റോറി മോഡാ. ഇത് ഇറങ്ങിയോ? ആ പിന്നെ എത്ര നാളായി? ഇതിനകത്തൊരു പീക്ക് മിഷൻ ഉണ്ട്, അത് വേറൊരു ഗെയിമിലാണ് അങ്ങനെ ഉണ്ടാവൂല. അവൈലബിളാ? PC-ലൊക്കെ കളിക്കാൻ പറ്റൂ? ഓ പറ്റും. This day is set upon a mighty endeavor, a struggle to preserve our civilization and to set free മെക്ക കളിക്കാം guys, മെക്ക കളിക്കാം, ഇത് കഴിഞ്ഞിട്ട് കളിക്കാം. humanity. Our sons, കളി pride of our nation, lead them straight and true. ഓ ഇത് റീവിഷനാണ്. Their road will be long and hard. Men's souls will be shaken with the violences of war. In this hour of great sacrifice, we shall prevail. വേൾഡ് വാർ 2. ഇതെങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളി? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? കളർ അല്ല കളറാണോ? ആ കറക്റ്റ് ആ വൈബ് കിട്ടും. ആണല്ലേ? ഫസ്റ്റ് തൊട്ട് ആ വൈബാണ്. There's an imposter here pretending to be human. Okay, the guy on the right is just searching his briefcase. So, why does he have a reflection in the glass and you don't? മനസ്സിലായില്ലേ ഇതെന്താണ്? ഈ ആനിമെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡെത്ത് നോട്ടിലെ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അപ്പൊ ഇതില് ഇവന് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ കുറച്ചുകൂടെ ബാക്കിൽ അടിച്ചു കഴിഞ്ഞാല് മറ്റവനെ നോക്കുമ്പോ ഇവന്റെ റിഫ്ലക്ഷൻ അവിടെ കണ്ണാടിയിലില്ല. കുറച്ചുകൂടെ ബാക്കിലേക്ക് ആ പെട്ടി തുറന്നു നോക്കണം, കണ്ട അവന്റെ റിഫ്ലക്ഷൻ അവിടെ ഇല്ല. പക്ഷെ ഈ പെട്ടി തുറന്നു നോക്കണവന്റെ റിഫ്ലക്ഷൻ അപ്പുറത്തുണ്ട് കേട്ടാ. ഓ അതെ അതെ, അവന്റെ ബുദ്ധി നൈസ്. ഇതെന്താ? മുറിവേറ്റ് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ കഥയിലെ ഹീറോ ഞാൻ തന്നെ. മുറിഞ്ഞ് അവനൊക്കെ അവൻ നല്ല ക്യാരക്ടർ ആയിരുന്നു, നല്ല RP ക്യാരക്ടർ, നല്ല എന്റർടൈനിങ് പ്ലെയർ ആയിരുന്നു ആ ചെക്കന്. എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ He walked up to a table where a young woman was sitting alone. Pardon me, may I join you? Suddenly, the woman raised her voice. What? You want to spend the night with me? Are you insane? The entire restaurant went silent. Heads turned, eyes stared. Children today have no morals, someone muttered. I wonder how they'll make it with such dirty minds, another added. Embarrassed, the young man quietly walked away and sat at another table. A few minutes later, the young woman approached him with a smile and said, I'm a psychology student. I wanted to observe how people react when they are publicly embarrassed. Suddenly, the young man raised his voice. $20 for one night? That's way too expensive, madam. The restaurant exploded with laughter. The woman froze. Her face changed. Embarrassment. The young man leaned closer and whispered, I'm a law student, and I know how to turn the tables in my favor. മലയാളത്തിൽ കണ്ടിട്ട് ബസ് കോമഡി ആയിട്ട്. അതെ അതെ അതെ, ഇത് ബസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ പറഞ്ഞു, മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. Don't worry, Gunnar, we got this. Oh, bro, do it! What? Come over here! Come over here! I'm coming.
എന്തൊക്കെ ഐറ്റങ്ങളാ. അയ്യോ അത് അങ്ങനെ കൊറേ ഈ സാധനം എന്തൊരു കിടില ഗെയിം അല്ലേ ഇത്. ശരിക്കും വരയ്ക്കാൻ അറിയത്തില്ലടാ. ഞാൻ എന്റെ വര സ്കിൽസ് പുറത്താന്ന് വിചാരിച്ചാണ് ഇത് കളിക്കാത്തത്. മനസ്സിലായ? എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പണ്ട് കേട്ടാൻ പോയിരുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ചത്തില്ല. അതുകൊണ്ടൊന്നുമല്ല, അവന്മാര് കുന്നമില്ലാത്തോണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവിൽ കൂടെ പറഞ്ഞതേ ഉള്ളു ഗൈസ്, ഈ പടമില്ലേ ഇത് നിങ്ങള് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇരുന്ന് വെച്ച് കണ്ടു നോക്കുക ഗൈസ്. ഈ പടം സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത് ചിരി വരില്ല. ഈ എൻ്റെ ഫിലിം കാണണം, ഫിലിമായിട്ട് കാണണം നിങ്ങളിത്. എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പണ്ട് കേട്ടാൻ പോയിരുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ചത്തില്ല. അതുകൊണ്ടൊന്നുമല്ല, അവന്മാര് കുന്നമില്ലാത്തോണ്ട്. അവള് കറുത്തായ നമുക്കെന്ത്? ഞാനിത് പൊട്ടനെ പോലെ ഇത് ചിരിക്കും, പക്ഷെ ഈ സിനിമ കാണുമ്പോഴും മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് അത് എന്റെ നമുക്കെന്ത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മുമ്പിൽ തലയിൽ കുത്തി നിൽക്കണോടി. തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. ഹലോ തോമാച്ച സാറിനൊന്ന് കൊടുക്കും. എവിടുന്ന് കിട്ടിയാണോ ഇയാളെ? പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോരുത്തരെ കിഡ്നാപ്പ് ചെയ്യലായിരുന്നല്ലോ. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പോ ശിശുക്കൻ തോമ ഉണ്ടോടെ അവിടെ നിന്ന് ചോദിക്കണം. അതാര്? അതെന്റെ അച്ഛനാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛനാ തോക്കെടുത്ത് വെടിവെക്കാൻ പറഞ്ഞപ്പോ അവൻ നിന്ന് ഡാൻസ് കളിക്കുന്നു. അത് പൊട്ടത്തൊന്നുമില്ല, വഴിയിൽ നിന്ന് കളിച്ചോണ്ടിരുന്ന ഒരു പട്ടാണി ചെക്കനെ പിടിച്ചു വാങ്ങിച്ചതാ. ഇതുപോലെ കുറെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഈ പടം കാണണം. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എന്താ പറയാ, ഒരു കോമഡി ത്രില്ലർ ആയത് ശരിക്കും. എല്ലാവർക്കും അറിയും ഈ സിറ്റിയിൽ ടോപ്പ് ഗ്യാങ് TV ഇത് ടഫസ്റ്റ് ഗ്യാങ്ങാണ്. മറ്റപടി വേറെന്തോ ഗ്യാങ്ങും. ഇതാരാ? ഇത് ഈസിയിലെ പ്ലെയർ ആണ്. ഇത്ര ടഫസ്റ്റ് ഉണ്ട്. തമിഴ് പ്ലെയർ. TV ടഫസ്റ്റ്. എല്ലാ മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് നല്ല പ്ലെയർ ആണ്. മോസ്റ്റ് പ്ലേയേഴ്സ് എല്ലാം നല്ല പ്ലെയർ ആണ്. സോ ടഫസ്റ്റ് പ്ലെയർ TV ഗെയിം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. കൊല്ലണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കുന്ന സൈസാണെന്ന് വന്നാൽ കരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ പാല തെറ്റുണ്ടോ? കൊല്ലാൻ ഇനിയും നോക്കും. ചാവാതിരിക്കാൻ ഞാൻ ഞാൻ കാര്യം പറയാം ഗൈസ്, നിങ്ങൾ ഇന്നലെ KVയുടെ ടർഫ് കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്റെ അമ്മോ എന്ത് കളിയട കളിച്ച് ഇന്നലെ KV ടർഫ് കളിച്ച കളി. ഇന്നലെ ആയിരുന്നു മെനഞ്ഞാന്നായിരുന്നു? ഇന്നലെ എന്താ മെനഞ്ഞാന്നാണ്? ഇന്നലെയാണോ? അല്ല, KV vs TG എന്നായിരുന്നു. KV vs അതൊരു ടർഫ് ആയിരുന്നു അത് ഗൈസ്. അത് കാണാൻ അവന്മാരെ പ്ലക്കിക്കളഞ്ഞ അവന്മാരെ. 5M സ്റ്റോപ്പ് ആയാലും ഇവരുടെ ഗ്യാങ് പോകും. എടാ 5M സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും TV എന്നും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? You have a message. Check it. 5M സ്റ്റോപ്പ് ആയാലും ഇവരുടെ ഗ്യാങ് പോകും. എടാ 5M സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും TV എന്നും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അതായത് കുറച്ച് നാൾ, അത് 2-3 കൊല്ലം എക്സ്ട്രാ നിൽക്കുന്നല്ല ഞാൻ പറഞ്ഞത്. എടാ നമ്മള് ഉള്ളിടത്തോളം കാലം TV എന്തായാലും നിൽക്കും. മനസ്സിലായോ? വാസണ്ണ ഉള്ളിടത്തോളം കാലം എന്തായാലും TV ഉണ്ടാവും. ഒരു മെസ്സേജ് വാസണ്ണൊക്കെ നമ്മൾ അതായത് ഇനി കിക്ക് ചെയ്യുന്നവരെ TVയിൽ നമ്മൾ കാണുകയും ചെയ്യും. മനസ്സിലായോ?
എടാ ഈ ഷൗട്ടെക്സ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തേടാ. ഇപ്പൊ ചില പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് ടിവിയുടെ സിനിമാറ്റിക്സ് മാത്രമേ ഓർമ്മ വരുള്ളൂ, അതിന്റെ ഒറിജിനൽ സീൻ പോലും ഓർമ്മ വരില്ല. എടാ എനിക്ക് സത്യമായിട്ട് കുറെ പാട്ടുണ്ട് അങ്ങനെ. ഒരു പാട്ടൊക്കെ ടിവിയുടെ സിനിമാറ്റിക്സ് എനിക്ക് വിഷ്വലായിട്ട് വരണം. എനിക്ക് വേറെ ഈ ഷൗട്ടെക്സിന്റെ വീഡിയോ കണ്ട് ആ സത്യം ചില പാട്ടുകൾ അങ്ങനെ അതിനകത്ത് കേൾക്കണേ. ഇത് നമ്മൾ കണ്ട വീഡിയോ അല്ലേ? സ്ക്രിപ്റ്റഡ് ആണോ എനിക്ക് തോന്നുന്നത്. അത് വേണ്ടതായിരുന്നു. ഇത് ഇവിടെ ചെറുക്കൻ തല പൊട്ടിക്കാണോ? ഏക്കാനേ പോകുന്നില്ല അണ്ണാ, ഇവരൊന്നും ഏക്കാൻ പോകുന്നില്ല. സ്ക്രിപ്റ്റഡ് ആണ് അണ്ണാ, ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയത്. ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഉറപ്പാണോ? ആ ഞാൻ ഇതിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. അവനൊന്നും പറയില്ല, അവൻ ചുമ്മാ കിടന്ന് അലർച്ചോണ്ടിരിക്കും. പറയാൻ പറ്റത്തില്ല. ഈ ചെറുപ്പത്തിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇപ്പൊ ഇമാതിരി അഗ്രഷനൊക്കെയാ കാണിക്കണേ. അങ്ങനെയാണെങ്കിൽ തൂക്കിയിടുന്നത് എത്ര അവൻ ചെരുപ്പൊക്കെ ഊരി അടിക്കണ്. തിരിയുമ്പോ മറ്റൊരു വെട്ടത്തിൽ വെച്ചോണ്ടിരിക്കണല്ലോ. അപ്പൊ 4 പേരായിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പ നിങ്ങളിപ്പോ നിൽക്കുന്ന എന്റെ നിൽക്കുന്ന എന്റെ ഡ്രീം ജീവിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണോ എവിടെ എത്തിക്കണമെന്നാണോ വിചാരിച്ചത്, അവിടെ എത്തി നിൽക്കുകയാണ്. നിങ്ങളിപ്പോ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. ഐ ആം വെൽക്കമിങ് KVA Ninja to TVA as TVA Ninja. We are welcoming Stalin to TVA as TVA Stalin. We are welcoming back Oxy to TVA as TVA Oxy. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയിട്ട് നോക്കിയാ മതി. അതൊക്കെ ഒരു എപ്പിക് ഡയലോഗ് ആയല്ലേ അത്. പക്ഷെ പറയാടി രാഘവനും ദേവിയും കുന്നേമത്തച്ഛനും അവന്റെയൊക്കെ ഒടുക്കത്തെ കേട്ടേ ഗ്രൂപ്പും കൂടെ. ഇത് കണ്ട വീഡിയോ അല്ലേ? ഇപ്പൊ താഴത്തെ വീഡിയോ തന്നെയല്ലേ അത്? ഇതും കണ്ട് എന്റെയൊക്കെ തരിപ്പത്തരം. അല്ലല്ല അത് പിടിയൻസ് തരിപ്പൻ. ഞാൻ എന്താ പറഞ്ഞേ? ഇല്ല തരിപ്പൻസ് ഞാൻ അല്ലേ ഇവിടെ ചാറ്റ് നിയമവും രാഷ്ട്രീയക്കാരെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഇയാളെ പോലുള്ളവരെ പിടിച്ചു കെട്ടി എന്റെ മകനെ രക്ഷിക്കാൻ എനിക്കറിയാം. ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ കുന്നത്ത് മാധവന്മാർ ചങ്കുപൊട്ടി പറയുക, കൊണ്ടുവരും ഞാൻ അവനെ. നിങ്ങൾ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. എന്റെ അമ്മോ, ഞാൻ ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളൂ. ഞാൻ കണ്ണനോട് ഇരുന്ന് പറയുമായിരുന്നത്. അത് എന്ത് ഓർമ്മയുള്ള വീഡിയോ ആടാ ഇത്. ഗൈസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടു നോക്ക്. എന്റെ അമ്മോ, ഇത് കാണേണ്ട സാധനോ ഗൈസ്. ഇത് 3 മിനിറ്റ് 32 സെക്കൻഡേ ഉള്ളൂ. കണ്ടു നോക്കേ. അത് റഷ്യൻ. അത് കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ്വേൽ വരെ ഇറക്കും, എന്നിട്ട് ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്.
നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പൈലി ചേട്ടായിയെ കോച്ചേരിക്കാര് പണിതപ്പോ ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ടിൽ. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലി ചേട്ടായിയെ തട്ടി 2 കോച്ചേരിക്കാര് പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊന്തി. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ തുറക്കൂലായിരുന്നു. എന്തൊരു ബ്രീഫിംഗ് അല്ലേ അത്. കൊച്ചിക്കായലിൽ പൊന്തി. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ തുറക്കൂലായിരുന്നു. താളികളെ എന്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്ന പ്രാന്തം കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്ക ഞാൻ. സാറാണ് വിളിക്കണം. ആന്റണി പഴയ സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞ നിന്റെ ചാങ്കിളി ഞാൻ പുറത്തു വരും. പോട്ടി എനിക്ക് കൊല്ലണം, ഇവനെയൊക്കെ പിച്ചി ചീണ്ടി കൊല്ലണം. നീ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14 വർഷമായി എന്റെ കുട്ടികള്. എന്ത് ക്യാരക്ടറേ. നിന്റെ ആ അലീക്ക ഉണ്ടല്ലോ, അലീക്ക, അയാൾ കഴിഞ്ഞ ആഴ്ച ചത്തു. രാമേശ്വരത്ത് നിന്ന് തിരിച്ചു വന്നത് ഞാനും അലിയും കൂടിയാണ്. എന്നെ വീട്ടിലിറക്കി മാർട്ടിനെ കാണാന്ന് പറഞ്ഞിട്ടാണ് അലി പോയത്. പണിയും കഴിഞ്ഞ് ചോരയെ കുളിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിളിനെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടടാ മക്കളെ. ധരിസിത പരമ വൈഷ്ണവനു ഗരുഡഗമന നമ പുരന്ദര വിഠലന പ്രാണപ്രിയനു എന്ത് സാധനല്ലേ. എടാ ഈ ഭീഷ്മപർവ്വതം അമൽ നീരദിന്റെ പടമല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മളിത് പ്ലേ ചെയ്ത് അപ്പൊ ലാലേട്ടന്റെ ഒരു സാധനോട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇത് കാണുമ്പോ എനിക്ക് നമ്മുടെ നീലരേക്ക് ശരിക്കും ഓർമ്മ വരും കേട്ടോ. ഇത് കണ്ടാടേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയത്തില്ല. ഇതും അതുപോലത്തെ ഒരു സാധനം നമുക്ക് ഇതൂടെ കണ്ടു നോക്കാം. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടു നോക്ക്. ലാലേട്ടൻ ഫാൻസിന് ഡിസപ്പോയിന്റഡ് ആവട്ടെ. ഉണ്ടക്കല ചോറ് തിന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല. ഉണ്ടക്കല കുഞ്ഞീഷൻ നമ്പിയാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടിന് മുക്കിടി. ആയരെ 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ. അതെടാ പട്ടി പട്ടി കേട്ടില്ലേ? എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. നീലകണ്ഠ ഒന്ന് ഇവിടെ അവസാനിച്ചു. എന്ത് 2 ക്യാരക്ടേഴ്സാ കഴിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വില്ലനും നായകനും ടോപ്പ് നോച്ചോ. ഇങ്ങനത്തെ സാധനമൊക്കെ ഇപ്പൊ ഇല്ല. സത്യം പറയാൻ ഇതിന്റെ ഓറ വേറെയാണ്. ഞാൻ പഴഞ്ഞതായിട്ട് പറയുമല്ലോ, പക്ഷെ ഗൈസ് ഞാൻ പറയാ ഇതിനൊക്കെ ഭയങ്കര ജീവനുള്ള ക്യാരക്ടേഴ്സാണ്. പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഇരുന്ന് കാണണം, അത് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ പഴയതാണ് നല്ലത് പുതിയ അങ്ങനെ ആയിപ്പോ, പക്ഷെ ഇത് ഇരുന്ന് കാണണം ഈ പടം, നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അത്. ചവിട്ടി തുറന്ന് നിന്നെ വിളിപ്പിച്ചത് സത്യം. അതെ സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? ഞാൻ പിഴച്ചുപെട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കണം. ഈ ജന്മ ഉപേക്ഷ
രോമാഞ്ചൊക്കെ വന്നില്ലേ സിനിമ അങ്ങ് കണ്ടു കഴിഞ്ഞ ഫീൽ ഉണ്ട്. സത്യം. എടാ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ഈ ബാക്കിയുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞ, നീ ഈ പടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മാസ് കാണിക്കൽ മാത്രമല്ല, അത് ഇതിനകത്ത് എല്ലാ ഇമോഷൻസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ വിഷമം, അതിനകത്ത് കുറെ സാധനങ്ങളുള്ളൊരു ഫിലിം, ഭയങ്കര ഡീപ്പ് അറ്റാച്ച്മെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ഇതിലെല്ലാം. ഇരുന്ന് കാണണം. എടി എല്ലാരും മെസ്സി KGF എന്ന് പറയണത് എന്താ? മെസ്സി KGF ഇതാണോ? ഇതാണോ? ഇർഷാദിച്ചു ഇതാണോ? 3 കൊല്ലം മുന്നേ ഉള്ളതാണല്ലോ. 3 കൊല്ലം മുമ്പത്തെ വീഡിയോ ആണല്ലോ. ഇത് ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ. 3.0 ആണോ? ഏതാ വേണ്ട? 3.0 ആണോ? 3.0 2 ദിവസം മുമ്പത്തെ ന്യൂ ആണോ വേണ്ടത്? ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള മുകളിലത്തെ ഇത് കാണാം 2 ആണ്. 2.0 ആണെന്ന് പറയുന്നത്. 2.0 ആണ്. ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായൊരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. സ്കിപ്പ് പറയല്ലേ ഗൈസ്, ചില്ലാവ്. എടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, എന്നാലും ഓപ്പോസിറ്റ് ജസ്റ്റ് കണ്ടാ വേടാ, ചില്ലാവടാ, ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ കാണാം. അത് നേരാണോ കെട്ടുകറിയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. ഹിസ്റ്ററി always wins. El Dorado. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടു. ഈ ചുഴലിക്കാറ്റ് എങ്ങോട്ട് വീശുമെന്നോ എന്തൊക്കെ ഇല്ലാതാക്കുമെന്നോ ആർക്കും അറിയില്ല. ഒരു രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. അമ്മ, സമുദ്രം എന്താ അമ്മ അങ്ങനെ തിളങ്ങിയത്? കാരണം കടലിനടിയിൽ നിറയെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോയി എടുക്കാം. പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. അതെവിടെ കിട്ടും? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത് തീക്കനലിൽ വീണതുപോലെ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിക്കൊന്നല്ലേ അറിയൂ. രണ്ടാവും, 2 മൂന്നാവും, 3 4 5 6 7. ഇത് എത്ര എണ്ണം ഉണ്ട് പുള്ളിക്ക്? ബാലൻഡോർ ആ സാധനം 7 അല്ലേ? ഏറ്റവും കൂടുതൽ പുള്ളിക്കാണോ ഉള്ളേ? ഇപ്പം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ 8 ഞാനൊരു കാടിന്റെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തില് കൊടുക്കണേ ഈ ബാലൻഡോർ? ഇത് കൊടുക്കണേ അത് അവാർഡ്സും ആ സീസണിലെ അവാർഡ്സും മറ്റേ ഇതൊക്കെ നോക്കിയിട്ട്. ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദി ഇയറോ? ഗോൾഡൻ ബോൾ അങ്ങനെ കൊടുക്കല്, അവാർഡ്സും ഇതൊക്കെ നോക്കിട്ട്. ആണോ? ബൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസ് ഇതൊക്കെ വെച്ചിട്ട് കൊടുക്കും. ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ.
വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം പിന്നെ അവൻ എന്തു സംഭവിച്ചു? അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു. മൊത്തം മെസ്സിയുടെ ട്രോളാണ്. ഈ നരാജ്യ ആശിച്ചിനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ബോംബെ എന്നൊന്നല്ല, എന്താ എന്റെ പേര്? റോക്കി. അവനെയും അവര് തീർത്തിളഞ്ഞല്ലേ? അത് മിസ്സായിപ്പോയി മോനെ. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്തു. അതിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊള്ളാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ. ഇതിന് പെനാൽറ്റി ഷൂട്ട് ഔട്ട് നല്ല പറയണേ. ഇതിനെന്താ പറയണേ? ഷൂട്ട് ഔട്ട് എന്നാണോ പറയണേ? ഈ ലാസ്റ്റിൽ ടൈ ആവുമ്പോ വരുന്നേ, അതിനെന്താ പറഞ്ഞിട്ട് പറയണ ഗൈസ്? പെനാൽറ്റി ഷൂട്ട് ഔട്ട് തന്നെയാണോ പറയണേ? എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് തന്നെയാണോ പറയണേ? അതിന് പെനാൽറ്റി എന്ന് പറഞ്ഞ മറ്റേ ഇതിനകത്ത് വെച്ച് ഫൗൾ ചെയ്യുമ്പോ കൊടുക്കുന്ന ഷൂട്ട് ഔട്ടിന് അല്ല പെനാൽറ്റി ഷൂട്ട് ഔട്ട്. പെനാൽറ്റി അല്ലല്ലോ, ഷൂട്ട് ഔട്ട് എന്നല്ലേ പറയണ്ട. അപ്പൊ അതിന് പെനാൽറ്റി ഷൂട്ട് ഞാൻ ഡൗട്ടായിട്ട് ചോദിച്ചതാ. അതും പെനാൽറ്റി ആണോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ റോക്കി സുൽത്താനായി അവരോധിച്ചു. അതിന് KGF അധീര കാത്തിരിക്കയല്ലേ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് പകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാൻ അധികം നേരം പിടിച്ചെന്നില്ല. എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവനിനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിരത്തി പുതിയ കളി ആരംഭിച്ചു. അവൻ KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. ലോകം വളരെ മോശമായി. നിങ്ങൾ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ സിറ്റി കൊണ്ടുപോയില്ലെങ്കിൽ അത് രക്ഷപ്പെടില്ല. മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു പക്ഷെ അവനിന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. അറിയുന്ന പ്രാണന്റെ കടി
അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. അർജന്റീന ഫാൻസ് ഒക്കെ രോമാഞ്ചം അടിച്ചിരിക്കണ കേട്ടാ. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. List in all his crimes in the last 3 years. I'd advise you to look at it very carefully. കൊള്ളാടാ, നൈസ് നൈസ്, അടിപൊളി 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 അടിപൊളി, നല്ല വീഡിയോ, നല്ല വീഡിയോ.